നമസ്കാരം. ഇത് കേരളത്തിലെ യുവാക്കൾക്കുള്ള വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. കേരളത്തിലെ യുവതിയുവാക്കളിൽ നൈപുണ്യ പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്കും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും പ്രതിമാസം 1000 രൂപ സാമ്പത്തിക സഹായം നൽകുന്ന മുഖ്യമന്ത്രിയുടെ കണക്ട് ടു വർക്ക് എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഇതിനുവേണ്ടി www.employment.kerala.gov.in എന്ന പോർട്ടൽ മുഖേന ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കും. അപേക്ഷകർ 18-നും 30-നും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം. കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല. അർഹരായ അപേക്ഷകൾ എന്ന് പറയുന്നത് +2 അല്ലെങ്കിൽ VHSC അല്ലെങ്കിൽ ITA അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി വിജയിച്ച ശേഷം നൈപുണ്യ വികസന പരിശീലനത്തിൽ പങ്കെടുക്കുന്നവരോ UPSC, കേരള PSC, സർവീസ് സെലക്ഷൻ ബോർഡ്, കര, നാവിക, വ്യോമസേന, ബാങ്ക്, റെയിൽവേ, മറ്റ് കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ റിക്രൂട്ട്മെന്റ് ഏജൻസികൾ തുടങ്ങിയവ നടത്തുന്ന മത്സര പരീക്ഷകൾക്കായി അപേക്ഷ സമർപ്പിച്ച് അതിനുവേണ്ടി തയ്യാറെടുക്കുന്നവരോ ആയിരിക്കണം അപേക്ഷകർ. അർഹരല്ലാത്ത ആളുകളോ വിധവാ പെൻഷനോ വികലാംഗ പെൻഷനോ മുതലായ ഏതെങ്കിലും സാമൂഹ്യക്ഷേമ പെൻഷനുകൾ, കുടുംബക്ഷേമനിധി ബോർഡുകളിൽ നിന്നുള്ള കുടുംബ പെൻഷൻ, EPF പെൻഷൻ മുതലായി ലഭിക്കുന്നവർക്ക് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കില്ല. ജാതി മതഭേദങ്ങളൊന്നുമില്ല, എല്ലാവർക്കും അപേക്ഷിക്കാം. ജോലിക്ക് വേണ്ടി പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് എന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തിയ സത്യവാങ്മൂലമാണ് ഇതിനുവേണ്ടി നൽകേണ്ടത്. വരുമാനം തെളിയിക്കുന്നതിനായി അതിനും സ്വയം സാക്ഷ്യപ്പെടുത്തിയ വരുമാന സർട്ടിഫിക്കറ്റ് നൽകണം. PSC പരീക്ഷയ്ക്ക് പഠിക്കുന്നുണ്ടെന്ന് തെളിയിക്കാൻ PSC പ്രൊഫൈലിൽ അപേക്ഷിച്ച പരീക്ഷയുടെ വിവരം അപ്ലോഡ് ചെയ്യണം. നോട്ട് ചെയ്യുക, ജനുവരി 21-നാണ് ഇതിന്റെ ഉദ്ഘാടനം. പരിശോധന പൂർത്തിയാക്കി അംഗീകരിച്ച അപേക്ഷകർക്ക് എല്ലാവർക്കും ഉദ്ഘാടന ദിവസം തന്നെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ എമൗണ്ട് ക്രെഡിറ്റ് ആവും. ഇത് 1 വർഷം വരെ ലഭിക്കുകയും ചെയ്യും.